رسبة صح؟ صح رزفة. رسبة. لا هذا أغنية ما رزفة. ما رسبة يعني هي رزفة خلاص في إيقاع في هذا معروف خلاص رزفة. يعني في ثاني معنى. موسيقى لا لا أغنية في معنى. معنى فيه أغنية حزين أغنية يعني أغنية حبيب روح أغنية حبيب كوي. يعني في قصة في داخل يعني ستوريز في داخل. لا ما في لا شيء. لا ما في. ما في شيء. ما ضروري ما في. لا ما في ضروري لأنه في أغنية مال الدولة. مال الدولة يعني حب الوطن. يعني حب الوطن. في أغنية مال العرس. في أغنية مال حبيب. يعني عرس كيف نفس مال التقنية نفس الشيء. شوي دي جي في شوي دي جي ഹനീഫിക, ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഡാൻസ് പോലെ റസ്പ റസ്വ എന്നാണ് അതിന്റെ പേര്. എന്താണ് റസ്പ എന്ന് പറഞ്ഞാൽ ഇവരുടെ ട്രഡീഷണൽ ഒരു ഡാൻസാണ്. നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതിന് കൃത്യമായൊരു ഓർഡർ ഒന്നുമില്ല. വരുന്ന ആളുകളൊക്കെ ഈ വടി ഇങ്ങനെ കറക്കാൻ വരിക, അവർ ഇങ്ങനെ ആ പാട്ടിനനുസരിച്ച് ഡാൻസ് ചെയ്യണം. കൃത്യമായൊരു താളമൊന്നുമില്ല. കൃത്യമായ താളം ഉണ്ട്. കൂടുതൽ ആൾ വരികയും കൂടുതൽ 2 സ്റ്റെപ്പ് 10 പേരുള്ള 2 സ്റ്റെപ്പിലൊക്കെയാണ് കളിക്കുക. ഇവിടെ ആകെ ഒരു വരിയിലാണ് കളിച്ചത്. ഇത് ഇവരുടെ ട്രഡീഷണൽ ഡാൻസാണ്. നമ്മളിതിൽ കണ്ടൊരു പ്രധാന ഒരു കാര്യമുണ്ട്. ഈ പാട്ട് കഴിയുന്നത് വരെ അവരെല്ലാവരും ഒരു താളത്തിൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കളിക്കുകയാണ്. ഒരേ ഒരു കഥ സ്റ്റോറീസ് ഉള്ളതുണ്ട്. ചില കല്യാണത്തിന് പാടുന്ന പാട്ടുകളുണ്ട്, ചില ഫ്രണ്ട്സുകൾക്കിടയിലുള്ള പാട്ടുകളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇത്രയും സമയത്തിൻ്റെ ഉള്ളിൽ ഈ സമയം അവർ ഇത്രയും സമയം ചിരിച്ചുകൊണ്ടിരിക്കുന്നു, ഒരേ താളത്തിൽ ഡാൻസ് ചെയ്യുന്നു. മനുഷ്യന് എപ്പോഴാണോ കല ഇല്ലാതാവുന്നു, മൈൻഡിൽ നിന്ന് പാട്ട്, ഇതുപോലത്തെ ഡാൻസ്, നമ്മൾ ഇതുപോലത്തെ ചിരി, എന്തിനാണ് ചിരിക്കണത്, എന്തിനാണ് ആളുകളുടെ ഇടയിൽ തുള്ളുന്നത്? പരസ്പരം അങ്ങോട്ടും കണക്ട് ആവാനാ, അല്ലാതെ വേറൊന്നിനുമല്ല. ഇവിടെ എല്ലാവരോടും ചിരിച്ചും കളിച്ചും നമ്മൾ കളിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാനല്ലേ. അപ്പൊ അതല്ലേ നമ്മളിവിടെ കാണുന്നത്. ഇവരുടെ പഴയ കളികളാണ് ഇത് നമ്മളിവിടെ കണ്ടത്. വളരെ മെസ്സേജ് തന്നെയാണ്. അതാണ് വലിയൊരു മെസ്സേജാണ്. ചിരിക്കട്ടെ, സന്തോഷിക്കട്ടെ, ആഹ്ലാദിക്കണം എന്നുള്ള മെസ്സേജാണ്. അപ്പൊ ഇന്ന് പെരുന്നാൾ ദിവസം നമ്മളെ ഇത്ര അധികം സന്തോഷിപ്പിച്ച അതെ ഇത്രയധികം സന്തോഷിപ്പിച്ച അവർക്ക് നമ്മൾ നന്ദി പറയുന്നതോടൊപ്പം ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് തോന്നുന്നു. രാജന് എന്താണ് തോന്നിയത്? ഇവരുടെ പാട്ടിന്റെ അർത്ഥവും ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അവർ ചിരിച്ചുകൊണ്ട് കളിക്കുന്നത് കണ്ടപ്പോൾ അത് ഒരുപാട് സന്തോഷം. കൂടെ കളിക്കാൻ ഉണ്ടാക്കി കൂടെ കളിക്കും. ഞാനും താളം പിടിക്കുകയായിരുന്നു. ഭാഷ ഒരു തടസ്സമല്ല. റൗണ്ട് അടിക്കുന്ന സമയത്ത് കുട്ടികളെ വിളിച്ച് അവരൊപ്പം കളിപ്പിക്കുന്നു. ആ വടി അങ്ങ് അവർക്ക് കൊടുക്കുന്നു, അവരെ കൊണ്ട് ചാടിപ്പിക്കുന്നു. അതെ, ഭയങ്കരമായ പുഞ്ചിരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അവർ തരുന്നത്. വലിയൊരു സന്ദേശമാണ്. എല്ലാ കലകളും നമുക്ക് നിരക്കി വെച്ച്. അപ്പൊ എല്ലാ കലകളോടും നമ്മൾ തുറന്ന മനസ്സുണ്ടാവണം, നമ്മളെ പ്രേക്ഷകർക്ക് ഉണ്ടാവണം, ബിസിനസ്സുകാർക്ക് വേണം എന്നതുകൂടെ നമ്മൾ ഇതിൽ ഈ കിട്ടിയ അവസരം പറയാൻ വേണ്ടി ഉപയോഗിക്കാം. താങ്ക് യു. Thank you. Smile Talks.